ഇതൊരു സാധാരണ സമൂസയല്ല, കുറച്ച് ആർഭാടായിട്ടുള്ള ചിക്കന്റെ ലെഗ് പീസ് വെച്ചിട്ടുള്ള ഒരു കിണ്ണം കാച്ച സാധനം. നോട്ട് ചെയ്ത് വെച്ചോളി, സേവ് ചെയ്ത് വെച്ചോളി, ആവശ്യം വന്നൂടെയില്ല. ചിക്കന്റെ ലെഗ് പീസ് മാത്രം എടുത്തിട്ട് കഴുകി സെറ്റ് ആക്കിയതിനു ശേഷം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് ഒരു നാരങ്ങ എടുത്തിട്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും സാധനം ഇട്ടിട്ട് ചിക്കനിൽ പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റിൽ വെക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഇത് പാൻ എടുക്കുക, ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കന്റെ ലെഗ് പീസ് ഓരോന്നോരോന്നോ ഇട്ട് കൊടുക്കണം കേട്ടോ. ലെഗ് പീസ് വാങ്ങുമ്പോൾ മാക്സിമം ചെറുതായിട്ട് വാങ്ങാൻ നോക്കുക. ചിക്കൻ റെഡി ആയി കഴിഞ്ഞാൽ ഒന്നും മാറ്റി വെക്കുക. സമൂസ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓല സ്വീറ്റ്സിന്റെ സാധനം തന്നെ കേട്ടോ. ഇനിയാണ് മക്കളെ ടാസ്ക് പരിപാടി. ഓല എടുത്തിട്ട് സമൂസക്ക് മടക്കുന്നത് പോലെ മടക്കിയിട്ട് ഈ കാണുന്ന മസാലക്കൂട്ട്, ഇത് നമ്മുടെ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന നോർമലി മസാല തന്നെയാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് വെക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിക്കന്റെ ലെഗ് പീസ് മാക്സിമം ചെറുത് വാങ്ങാനായിട്ട് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ലെഗ് പീസുമിലുള്ള കുറച്ച് ഇറച്ചി മാറ്റിയിട്ട് വേണം അതിന്റെ ഉള്ളിൽ വെക്കാനായിട്ട്. ഏതായാലും ലെഗ് പീസ് വെച്ച് മസാല ഇട്ട് ഒന്നങ്ങോട്ട് ഒട്ടിച്ചിട്ട് നേരെ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ ഏകദേശം 6 ലെഗ് പീസ് വാങ്ങിയിട്ടുണ്ട്. 6 ലെഗ് പീസും പാനിലിട്ട് ഒന്നങ്ങോട്ട് മൊരിച്ചതിന് ശേഷം നോർമലി കളർ ആകുമ്പോൾ ഒന്നങ്ങോട്ട് വാങ്ങി വെച്ചോളൂ. സാക്ഷാൽ നമ്മുടെ ചിക്കൻ ലെഗ് പീസ് സമൂസ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ പരിപാടിയാണ്. കുറെ ആളുകൾ പറയുന്നുണ്ട് എനിക്ക് നോമ്പില്ലടാ. പേടിക്കണ മക്കളെ, ഇതൊക്കെ നോമ്പിന്റെ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആണ്. നമ്മുടെ ചിക്കൻ ലെഗ് പീസ് സമൂസ സംഗതി ഒരു രക്ഷയില്ല, അടിപൊളി കിണ്ണും കാച്ച് കെറുമാണ് ഇറ്റുന്നത്. മസ്റ്റ് ട്രൈ ആയിട്ട്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.